ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന ശ്രീ രജത് ബാനർജി, സംഘടനയുടെ വൈസ് ചെയർമാൻ ശ്രീ വിവേക് കട്ടോക്, പ്രമുഖ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പ്രതിനിധികൾ, മികച്ച പ്രവർത്തനം നടത്തുന്ന വനിതാ സംരംഭകർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒന്ന് രണ്ട് ആലോചനകൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയെങ്കിലും ഗൗരവമായ ചർച്ച നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ വിപണന രംഗത്ത് ഒരു വലിയ റോൾ നിർവഹിക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ കൂടുതൽ ചർച്ചയും കൂടുതൽ ആലോചനയും ഈ രംഗത്ത് പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് നടത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അത് നമുക്ക് നീണ്ടുപോകാതെ ആ അവസരം ഉണ്ടാക്കാമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഒരുപാട് പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് ദൈനംദിന ഇടപെടലുകൾ അത്യാവശ്യമുള്ള ഒരു വകുപ്പാണ് ഞാൻ കൈകാര്യം ചെയ്യണതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങൾ എല്ലാ നിമിഷവും ശ്രദ്ധിക്കേണ്ടുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് പലപ്പോഴും അനിവാര്യമല്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമല്ലാത്ത ചിലതൊക്കെ തൽക്കാലം ഒഴിവാക്കി നിർത്തും. അതുകൊണ്ടാണ് കുറച്ച് വൈകിയത് എന്നുള്ളതാണ് സത്യം. നമുക്ക് വളരെ വേഗത്തിൽ എന്നോട് തന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദം എന്നിലേക്കുണ്ട്. ഓണമെന്ന് കഴിഞ്ഞിട്ട് ആ ചർച്ചയിലേക്ക് നമുക്ക് പോകാം എന്നാണ് ഞാൻ ആലോചിച്ചത്. നമുക്കതിലേക്ക് നീങ്ങാമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ മേഖല വലിയ നേട്ടം കൈവരിച്ചവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നിരവധി പേരെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ തന്നെ മികച്ച നേട്ടം കൈവരിച്ച 9 വനിതാ സംരംഭകരെ അഭിനന്ദിക്കുന്നു എന്നുള്ളതും ഇവിടെ വെച്ച് തന്നെ അറിയാൻ കഴിഞ്ഞു. അതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ കേരളം കഴിഞ്ഞ വർഷം 471 കോടി രൂപയുടെ വിറ്റുവരവുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിലൂടെ 70 കോടിയോളം രൂപയുടെ GST ഇനത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഗൗരവം എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ വ്യവസ്ഥാപിതമായൊരു നിയമം ഉണ്ടാക്കിയത് കേരളമാണ്. പിന്നീട് കമ്പനികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷനും നൽകാനുള്ള നിർദ്ദേശങ്ങളും വ്യവസ്ഥകളും ആദ്യം ഉണ്ടാക്കിയതും കേരളമാണ്. ഏത് ബിസിനസ്സിലും ഉപഭോക്താവിൻ്റെ താല്പര്യത്തിന് മുന്തിയ പരിഗണന നൽകുന്ന സമീപനമാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സത്യസന്ധമായി ബിസിനസ് നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കേരളത്തിലെ സർക്കാരിനുള്ളത് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. നല്ല ബിസിനസ് രീതികളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളുടെ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ സംഘടനകളും ശ്രമിക്കണം. ഞാനത് എടുത്തു പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമുക്കാർക്കും ഇഷ്ടമില്ലാത്ത ചില പ്രവണതകളും ചില സംഭവങ്ങളുമെല്ലാം പലപ്പോഴും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നല്ല ബിസിനസ് രീതികളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയാൻ കാരണം. ഇതിൻ്റെ എല്ലാം മറകിൽ, ആ പ്രവർത്തനങ്ങളുടെ മറവിൽ നടക്കുന്ന മോശപ്പെട്ട പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും അനുകൂലിക്കാനോ അതിനെ സംരക്ഷിക്കാനോ വ്യക്തിപരമായി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഗവൺമെൻറ്റും ആ രീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഞാനത് സൂചിപ്പിക്കാനുള്ള കാരണം. സംതൃപ്തരായ ഉപഭോക്താക്കൾ തന്നെയാണ് ഏതൊരു ബിസിനസ്സിൻ്റെ നട്ടെല്ല് എന്നുള്ള കാര്യം നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉപഭോക്താക്കളുടെ താല്പര്യത്തിനാണ് ഒന്നാമത്തെ പരിഗണന. ഉപഭോക്താക്കളുടെ താല്പര്യത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് പോയാൽ ഏത് ബിസിനസ്സാണെങ്കിലും ഏത് സംരംഭമാണെങ്കിലും ഏറ്റവും മെച്ചപ്പെടാനുള്ള സാധ്യതയാണ് നമ്മുടെ നാട് കാണുന്നുണ്ട്. സത്യസന്ധമായും ഗുണമേന്മയുള്ളതും കബളിപ്പിക്കാത്തതുമായിട്ടുള്ള കച്ചവട രീതിയെയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അതിൽ ഊന്നൽ കൊടുക്കാൻ ഏത് സംരംഭകരാണെങ്കിലും
ബിസിനസ് രംഗത്തേക്ക് വന്നിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും അതിന് തയ്യാറാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഡയറക്റ്റ് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറപ്പെടുവിച്ചിട്ടുള്ള നിയമങ്ങളും ഉത്തരവുകളും പാലിച്ചുകൊണ്ട് അതിന് വിധേയമായ ഒരു പ്രവർത്തനമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും എല്ലാവിധ സഹായങ്ങളും ഈ അവസ്ഥയിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ നല്ല ചടങ്ങിന് എത്തിച്ചേർന്ന സുഹൃത്തുക്കൾക്ക് വളരെ സന്തോഷകരമായി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.